സുറിയാനി സഭയ്ക്ക് പുറത്ത് ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന സുറിയാനി സഭയിലെ ഒരു പാട്ടാണ് സുന്ദരികളിൽ സുന്ദരി നീ എന്നുള്ള പാട്ട്. അത് വിവാഹ ശുശ്രൂഷയിൽ ആലപിക്കുന്ന ഒരു ഗാനമായതുകൊണ്ടും അത് വളരെ അധികമായിട്ട് ഇതര വിഭാഗങ്ങൾക്ക് പോലും പരിചയമുള്ള ഒരു ഗാനമായി മാറി. സുന്ദരികളിൽ സുന്ദരി നീ എന്നുള്ള ആ പാട്ട് പലപ്പോഴും ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലം എന്താണെന്ന്. കാരണം പ്രത്യേകിച്ച് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പാട്ടാകുമ്പോൾ മണവാട്ടിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും. വാസ്തവത്തിൽ അതൊരു അളവ് വരെ മണവാട്ടിയുടെ സൗന്ദര്യത്തെ തന്നെയാണ് വർണ്ണിക്കുന്നത്. ഉത്തമഗീതങ്ങളുടെ പുസ്തകം, ശലോമോൻ എഴുതിയ 3 പുസ്തകങ്ങൾ ബൈബിളിലുണ്ട്. സദൃശവാക്യങ്ങളും സഭാപ്രസംഗിയും ഉത്തമഗീതവും. അതിൽ ഏറ്റവും ഉദാത്തമായ ഗ്രന്ഥം രചനയാണ് ഉത്തമഗീതങ്ങൾ, സോങ് ഓഫ് സോങ്സ്. ഗീതങ്ങളിലെ ഗീതം, ഉത്കൃഷ്ട ഗാനം. കിങ് ഓഫ് കിങ്സ്, ലോർഡ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്നത് പോലെ സോങ് ഓഫ് സോങ്സ്. എബ്രായ ഭാഷയിൽ സൂപ്പർലെറ്റീവ് ആയിട്ട് ഉപയോഗിക്കുവാൻ പദമില്ല, ശൈലിയില്ല. അതുകൊണ്ട് അങ്ങനെ കിങ് ഓഫ് കിങ്സ്, ലോർഡ് ഓഫ് ലോർഡ്സ് എന്നൊക്കെ പറയും. അതുപോലെയാണ് സോങ് ഓഫ് സോങ്സ് എന്ന് പറയുന്നത്. ദ ഗ്രേറ്റസ്റ്റ് സോങ് എന്നാണ് അർത്ഥം. അപ്പൊ അതിനകത്തെ ഒരു പ്രയോഗമാണ് സുന്ദരിയാണ് എന്നുള്ളത്. ഉത്തമഗീതം തുടങ്ങുമ്പോൾ തന്നെ ഉത്തമഗീതത്തിലെ നായിക പറയാണ്, യെരുശലേം പുത്രിമാരെ, ഞാൻ കറുത്തവൾ എങ്കിലും കേദാര്യ കൂടാരങ്ങളെപ്പോലെയും ശലോമോന്റെ തിരശീലകളെപ്പോലെയും അഴകുള്ളവൾ ആകുന്നു. തുടർന്ന് നമ്മൾ 8 അധ്യായമുള്ള ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ ഈ കാന്ത തന്നെ തന്റെ സ്വയം ആയി സൗന്ദര്യം വർണ്ണിക്കുന്നതിനോടൊപ്പം ഈ കാന്തൻ തന്റെ പ്രിയതമയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നതും നമുക്ക് കാണാം. മുകൾ തൊട്ട് താഴെ വരെ അംഗപ്രത്യംഗ വർണ്ണന നടത്തുന്നതും വീണ്ടും താഴെ മുതൽ മുകളിലേക്കും അംഗപ്രത്യംഗ വർണ്ണന നടത്തുന്നതും. അപ്പോൾ തന്റെ കാന്തയുടെ അംഗപ്രത്യംഗ വർണ്ണന 2 രീതിയിൽ നടത്തുന്നത് നമ്മൾ ഉത്തമഗീതത്തിൽ കാണുന്നുണ്ട്. സൗന്ദര്യത്തെ വർണ്ണിക്കുന്നത്. 15-ാമത്തെ വാക്യം ഉത്തമഗീതം 1:15 വരുമ്പം, എന്റെ പ്രിയേ നീ സുന്ദരി, നീ സുന്ദരി തന്നെ. അപ്പൊ തിരിച്ച് ഈ പ്രിയപ്പെട്ടവളും അവളുടെ കാന്തന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നുണ്ട്. ഈ പുസ്തകത്തെ കുറിച്ച് പൊതുവെയുള്ള പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന്, ഏറ്റവും വികലമായ അല്ലെങ്കിൽ ഏറ്റവും വളരെ ജനറൽ ആയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് കേവലം സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഒരു ഊഷ്മളതയെ കാണിക്കുന്ന, അല്ലെങ്കിൽ എൻകറേജ് ദം ടു ലവ് ഈച്ച് അതർ, ദമ്പതികളെ പരസ്പരം അനുരാഗബദ്ധരായിരിക്കാൻ ഉത്സാഹിപ്പിക്കേണ്ടതിന് എഴുതി ചേർത്തിരിക്കുന്ന ഒരു പുസ്തകമാണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണുള്ളത്. എന്നാൽ ഈ പുസ്തകത്തെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്ത് കൂടുതൽ ആളുകൾ, വിശ്വാസികൾ. എന്നാൽ കുറച്ച് ആളുകൾ ഇത് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ഇത് ക്രൈസ്റ്റ് ആൻഡ് സോൾ, ദ ലവ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് സോൾ, ക്രിസ്തുവും നാം ഓരോരുത്തരുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നത്, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, അതിനെയാണ് കാണിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു ചെറിയ വിഭാഗമുണ്ട്. തിയോളജിക്കലായിട്ടല്ല, സ്പിരിച്വലി നമ്മൾ പറയുമ്പോൾ ഇൻ എ മിസ്റ്റിക്കൽ സെൻസ്, അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ. എന്നാൽ ഇതിലൊക്കെ ഉദാത്തമായിട്ടുള്ള മറ്റൊരു വ്യൂ ആദിമ സഭയിലെ ചില പിതാക്കന്മാർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത് പരിശുദ്ധ മറിയവും ദൈവവുമായിട്ടുള്ള ബന്ധത്തെയാണ് ആക്ച്വലി കാണിക്കുന്നതെന്നും, ഇതിനകത്ത് ഈ കാന്ത പരിശുദ്ധ മറിയവും ഈ കാന്തൻ ദൈവവുമാണെന്ന്, അങ്ങനെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെ
ദൈവം മനുഷ്യവർഗത്തോട് ബന്ധപ്പെടുമ്പോൾ മനുഷ്യവർഗത്തിൻ്റെ ഹോൾ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇരുൾ പറ്റിയ മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് മറിയമാണ് നിൽക്കുന്നതെന്നും ഉള്ളൊരു കാഴ്ചപ്പാടുമുണ്ട്. അങ്ങനെ 4 വിധ കാഴ്ചപ്പാടുകളാണ് ഈ പുസ്തകത്തെ പറ്റിയുള്ളത്. പറയാണ്, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കയാൽ. ഉത്തമഗീതം നമ്മൾ നോക്കുമ്പോൾ 6-ാമത്തെ വാക്യം നോക്കണം, 1-ാം അധ്യായം. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും. അപ്പോൾ ഞാൻ ജന്മനാ കറുത്തതല്ല, ഞാൻ വെയിൽ കൊണ്ട് കറുത്തതാണ്, ഒറിജിനലി അല്ല. ഫോളൻ നേച്ചർ ഓഫ് മാൻ, മനുഷ്യന്റെ വീണുപോയ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. എങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു സൗന്ദര്യം ഉണ്ട്. ചെളി പുരണ്ട് മുഷിഞ്ഞ് വയർത്ത് പഴകിയ വസ്ത്രങ്ങളിൽ കാണപ്പെടുന്നു. എങ്കിലും ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾക്കിടയിലൂടെ, ആ പഴകിയ വസ്ത്രങ്ങൾക്കിടയിലൂടെ, ജീർണിച്ച വസ്ത്രങ്ങൾക്കിടയിലൂടെ, ആ ചെളി പുരണ്ട ആ ശരീരത്തിൽ ആ യഥാർത്ഥ സുന്ദരിയെ കാണുന്ന ഒരു കണ്ണുകൾ. അപ്പം നമ്മളിലെ അകത്തെ മനുഷ്യന്റെ സൗന്ദര്യത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഇമേജിനെ കണ്ടിട്ട് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ടാണ് അവിടെ സുന്ദരികളിൽ അതിസുന്ദരി നീയാണ് സുന്ദരി എന്ന് പറയുന്നത്. ഒരു വിവാഹ ശുശ്രൂഷ സമയത്ത് ഇത് പാടുമ്പോഴും സുന്ദരികളിൽ അതിസുന്ദരി നീ എന്ന് പറയുമ്പോൾ നിന്റെ പുറമേയുള്ള സൗന്ദര്യമല്ല, അകമേയുള്ള സൗന്ദര്യം, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നീ സൗന്ദര്യപൂർണയായി തീരുക. അതാണ് ആ പാടുന്നതിൻ്റെ ആശയം. ബാഹ്യമായ സൗന്ദര്യമാണ് നമ്മൾ കാണുന്നത്, എന്നാൽ ആന്തരികമായ സൗന്ദര്യത്തെയാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് ആന്തരികമായ സൗന്ദര്യം, അതുകൊണ്ട് തന്നെയാണ് ആ വിവാഹ ശുശ്രൂഷയിൽ തന്നെ നമുക്ക് വീണ്ടും കേൾക്കാം, വിനയം മാനം പതിഭക്തി എൻ പ്രിയ തന്നൂടെ മൂടുപടം. അപ്പം ഈ പത്രോസ് ലീഹ എഴുതിയ ലേഖനം 1 പത്രോസ് 3-ാം അധ്യായത്തിൽ നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. അതുകൊണ്ടാണ് വിവാഹ ശുശ്രൂഷയിൽ ഈ പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാഹ്യമായ സൗന്ദര്യമല്ല, ആന്തരികമായ സൗന്ദര്യം. ആന്തരികമായ സൗന്ദര്യം നമ്മുടെ സ്വഭാവ മഹിമ കൊണ്ടാണ് ആർജിക്കുന്നത്. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു, അഥവാ രാജകുമാരി അന്തഃപുരത്തിൽ ശോഭാപരിപൂർണയാകുന്നു. പുറമല്ല, അകമയുള്ള സൗന്ദര്യം. അകമയുള്ള സൗന്ദര്യത്തെയാണ് അവിടെ വർണ്ണിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തമഗീതത്തിലേക്ക് നോക്കുമ്പോൾ ഈ സൗന്ദര്യത്തെ ഈ കാന്തൻ വർണ്ണിക്കുകയാണ്. എൻ്റെ പ്രിയ അതിസുന്ദരിയാണ്. നമ്മൾ ആ പ്രേമബന്ധത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു വാക്യം വായിക്കുന്നത് 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, വെയിലാറി നിഴൽ കാണാതെയാകുവോളം ഞാൻ മൂറിൻ മലയിലും കുന്തിരിക്കക്കുന്നിലും ചെന്നിരിക്കാം. വെയിലാറി നിഴൽ കാണാതെയാകുവോളം ഞാൻ മൂറിൻ മലയിലും കുന്തിരിക്കക്കുന്നിലും ചെന്നിരിക്കാം. അപ്പൊ ക്രിസ്തുവിന്റെ ദൃഷ്ടിയിൽ നമ്മൾ സൗന്ദര്യപൂർണരാണ്, സൗന്ദര്യത്തിൽ തികവുള്ളവരാണ്. നമ്മുടെ നോട്ടത്തിൽ നമുക്ക് കറുപ്പുണ്ട്. അപ്പൊ അതാണ് 1-ാം അധ്യായത്തിൽ കണ്ടത്, ഞാൻ കറുത്തവളാണ്. അപ്പൊ അവളെ പറ്റി തന്നെയുള്ള ഒരു സെൽഫ് ഇമേജിൽ, പക്ഷേ സെൽഫ് റെസ്പെക്റ്റിന് ഒട്ടും കുറവ് വരുന്നില്ല. അവളുടെ പ്രിയന്റെ പ്രണയം അവൾക്ക് ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്, ഞാൻ കറുത്തവളാണ്. അവിടെയാണ് പ്രസ്താവന, യെരൂശലേം പുത്രിമാരെ ഞാൻ കറുത്തവൾ ആണ്, എങ്കിലും കേദാര്യ കൂടാരങ്ങളെ പോലെയും ശലോമോന്റെ തിരശീലകളെ പോലെയും ഞാൻ അഴകുള്ളവളാകുന്നു. ഇതാണ് ഒരു ബിലീവറിന് വേണ്ടത്, കോൺഫിഡൻസ് ഇൻ ക്രൈസ്റ്റ്. ഐ ആം ദ ബിലവഡ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിന് പ്രിയപ്പെട്ട വ്യക്തിയാണ്. ഇപ്പൊ ലോകം
നിന്നെ കാണുമ്പോൾ, വിലയിരുത്തുമ്പോൾ പല കുറവുകളും കുറ്റങ്ങളും കണ്ടേക്കാം. ഒരുപക്ഷെ നിന്റെ സെൽഫ് ഇവാലുവേഷനിലും നിനക്ക് കുറവുകൾ കണ്ടേക്കാം. പക്ഷേ ആ പ്രിയന്റെ പ്രണയം ഇവക്ക് അമിതമായ ആത്മവിശ്വാസം നൽകുകയാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് അവളുടെ തൊലിയുടെ നിറത്തിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ല. അവൾ തന്നെ പറയാണ് ഞാൻ കറുത്തവളാണ്, പിന്നെ പറയാണ് ഞാൻ ഇരുൾ നിറം പറ്റിയവളാണ്. പക്ഷേ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മുടെ വിശുദ്ധ കുർബാനയിലുള്ളത്. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ, ബലഹീനനും പാപിയുമാകുന്ന ദാസനാണ്. പക്ഷേ സ്റ്റിൽ യു ആർ ദ ബിലവഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. അപ്പം ഈ കാന്തയുടെ സപ്തതല സൗന്ദര്യ വർണ്ണനയും ഇവിടെ കാന്ത നടത്തുന്നുണ്ട്. നമ്മൾ അടുത്തൊരു ലൈവിൽ അത് അംഗപ്രത്യംഗ വർണ്ണനയെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഏഴ് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് ഈ പ്രിയപ്പെട്ടവളുടെ സൗന്ദര്യത്തെക്കുറിച്ച്. ഇവിടെ നമ്മൾ കാണുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ചിന്തയാണ് ഈ 4-ാം അധ്യായത്തിൽ കാണുന്നത്. 4-ാം അധ്യായത്തിൽ പറയാണ്, ഇരുള് വെയിലാറി നിഴൽ കാണാതെ ആകുവോളം ഞാൻ എവിടെ ചെന്നിരിക്കാം? നമ്മുടെ അടുത്തുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു. അവിടെ 2-3 കുന്നുകളുണ്ട്. ആ കുന്നിൻ്റെ മുകളിൽ പോയിരിക്കും. ഈവനിങ്ങിലൊക്കെ സൺസെറ്റ് കാണാനും വളരെ ശാന്തം, ആരുമില്ലാത്ത കുന്നിൻ്റെ മുകളിൽ പോയിരിക്കുന്നു. മനുഷ്യൻ്റെ ഒരു സഹജമായ വാസനയാണ്. ബീച്ച് ഉണ്ടെങ്കിൽ ബീച്ചിൽ പോയിരിക്കുക, അല്ലെങ്കിൽ പുഴയോരത്ത് കുന്നിൻ്റെ മുകളിലൊക്കെ പോയി മനുഷ്യനിരിക്കും. ഈ കുന്നിൻ്റെ മുകളിലിരിക്കുന്ന ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണ് കുന്നിൻ്റെ മുകളിൽ പോവുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ അങ്ങനെയായിരുന്നു. പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പോകും, തനിച്ചു പോകും. മലയുടെ മുകളിൽ, മലയുടെ അനുഭവം. നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ പിതാക്കന്മാർക്കെല്ലാം ഒരു മലയുടെ അനുഭവമുണ്ട്. ഏലിയാവിനൊരു മലയുടെ അനുഭവമുണ്ട്, മോശയ്ക്കൊരു മലയുടെ അനുഭവമുണ്ട്, അബ്രഹാമിനൊരു മലയുടെ അനുഭവമുണ്ട്. കുന്നിന് മുകളിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുന്ന ഉയരങ്ങളിലേക്കാണ്. ഒരു മലയുടെ അനുഭവത്തിൽ നമ്മൾ പോവുകയാണ്. ഇവിടെ പറയാണ്, വെയിലാറി നിഴൽ കാണാതെ ആകുവോളം. ഈ വെയിലുള്ളിടത്തോളം ഷാഡോസ് ഉണ്ട്, ഷെയ്ഡ്സ് ഉണ്ട്. വെയിലുള്ളപ്പം നിഴലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിഴലുകൾ കാണാം. നിഴലുകളെല്ലാം മാറുന്ന ഒരു ദിവസം. നിഴലുകൾ മാറുന്ന എപ്പോഴാണ്? വെയിലാറി കഴിയുമ്പോഴാണ്. വെയിലാറി നിഴൽ കാണാതെ ആകുവോളം അതൊരു വെയിറ്റിങ്ങിനെ, കാത്തിരിപ്പിനെ കാണിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം, സ്പിരിച്വൽ ലൈഫ് ഒരു കാത്തിരിപ്പിൻ്റെതാണ്. നമ്മൾ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വെയിലാറാൻ വേണ്ടിയാണ്. നമ്മുടെ വെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫാണ്. ലൈഫിലെ വെയിൽ ആറിക്കഴിയുമ്പോഴാണ് നിഴലുകൾ അപ്രത്യക്ഷമാകുന്നത്. വെയിലുള്ളിടത്തോളം കാലം നിഴലുകൾ കാണും. മരങ്ങളുടെ നിഴലുകൾ, ഏത് ശ്രേഷ്ഠമായ മരമാണെങ്കിലും അതിന് നിഴല് കാണും. അപ്പം ആ നിഴല് കാണാതെ ആകുവോളം ഞാൻ മൂറിൻ മലയിലും കുന്തിരിക്ക കുന്നിലും ചെന്നിരിക്കാം. എന്തിനാണ് കാത്തിരിക്കുന്നത്? നിഴലുകൾ മാറിപ്പോകുവാൻ, പാപങ്ങൾ മാറിപ്പോകുവാൻ, കുറവുകൾ നീങ്ങിപ്പോകുവാൻ. അതുകൊണ്ടാണ് ഓരോ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിൽ ദൈവമേ നിന്റെ കരുണയുടെ ബഹുത്വത്തിന് പ്രകാരം എന്നോട് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നലെയല്ല 2 ദിവസം മുമ്പുള്ള ഒരു ചർച്ചയിൽ ഒരു പരിഹാസത്തിൻ്റെ സ്വരം ഞാൻ കേട്ടു. സുറിയാനി സഭയിലെ പ്രാർത്ഥനകളെ അവഹേളിച്ചു. കാരണം പാപിയാകുന്നു, പാപമുണ്ട് എന്നൊക്കെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളിൽ പാപമില്ല എന്ന് നമ്മൾ പറയുന്നെങ്കിൽ നാം ദൈവത്തെ പോലും അസത്യവാദിയാക്കുകയാണ്. നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. നമ്മിൽ സത്യം ഇല്ലാതെയാവുകയാണ്. ആസ് ലോങ് ആസ് സൺ ഈസ് ദെയർ, നിഴൽ ഇവിടെ കാണും. നിഴലുകൾ മാറിപ്പോകുവോളം എവിടെയാണ് കാത്തിരിക്കുന്നത്?
കുന്നിൻ്റെ മുകളിൽ മൂറിൻ മലയിൽ കയറിയിരിക്കുകയാണ്. മൂർ എന്ന് പറഞ്ഞാൽ കഷ്ടതയെ സൂചിപ്പിക്കുകയാണ്. മൂര്, പൊന്നും മൂരും കുന്തിരിക്കവുമാണ് നമ്മുടെ കർത്താവിന് ജനന സമയത്ത് കാഴ്ച വസ്തുക്കളായി അർപ്പിക്കപ്പെട്ടത്. പൊന്ന് രാജാക്കന്മാർക്കുള്ള കാഴ്ചദ്രവ്യവും മൂര് പ്രവാചകന്മാർക്കുള്ള കാഴ്ചദ്രവ്യവും കുന്തിരിക്കം പുരോഹിതന്മാർക്കുള്ള കാഴ്ചദ്രവ്യവുമാണ്. നമ്മുടെ കർത്താവ് ഒരേ സമയം രാജാവും പ്രവാചകനും പുരോഹിതനും ആയിരുന്നു. പഴയ നിയമത്തിലെ 3 അഭിഷേകമാണ്: രാജകീയ അഭിഷേകം, പ്രവാചകനുള്ള അഭിഷേകം, പുരോഹിത അഭിഷേകം. ഈ പൗരോഹിത്യ അഭിഷേകവും പ്രവാചക അഭിഷേകവും രാജകീയ അഭിഷേകവും ഒരുപോലെ ക്രിസ്തുവിൽ സമ്മേളിച്ചിരുന്നു. അവനാണ് യഹൂദന്മാരുടെ മശിഹ അഥവാ ദ അനോയിന്റഡ് വൺ, ക്രിസ്തു. എന്നാൽ അഭിഷിക്തനാണ്. പഴയ നിയമത്തിലെ 3 അഭിഷേകം ഒരുമിച്ച് ക്രിസ്തുവിൽ സമ്മേളിച്ചു. അതുകൊണ്ടാണ് 3 കാഴ്ച അവിടെ അർപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് മൂരിൻ മലയിലേക്ക് കയറി പോവുകയാണ്. മൂരിൻ മല എന്ന് പറഞ്ഞാൽ മനസ്സിലെ എല്ലാ കന്മഷങ്ങളും കലുഷിതകളും മാറുവാൻ ഈ മൂരിൻ മലയിലേക്ക് കയറിയേ മതിയാകും. ഈ മൂരിൻ മലയിലാണ് ഇയ്യോബ് കയറിപ്പോയത്. തന്റെ ലൈഫിൽ കഷ്ടത സിദ്ധത സഹിഷ്ണുതയെയും സഹിഷ്ണുത പ്രത്യാശയും ഉളവാക്കുക. മൂരിന്റെ മലയിലിരിക്കുന്ന ചിലരൊക്കെ എന്നെ കേട്ടോണ്ടായിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ മൂരിന്റെ മലയിൽ കാത്തിരിക്കേണ്ടത് നിഴലുകൾ മാറിപ്പോകോളം ആ മൂറിൻ മലയിൽ ഇരിക്കുകയാണ്. തീരെ ആകർഷണീയത ഇല്ലാത്ത ഒരു മലയാണ് മൂറിൻ മല. പൊക്കം കുറഞ്ഞ, സൗന്ദര്യം കുറഞ്ഞ വൃക്ഷമാണ് മൂറ്. ഏറെക്കുറെ നമ്മുടെ നാട്ടിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഡൽഹിക്കൊക്കെ പോകുമ്പോൾ ആന്ധ്രയിലൊക്കെ കാണാം മൊട്ടക്കുന്നുകൾ, ഈ പാറ പോലെയുള്ള അധികം പച്ചപ്പില്ലാത്ത, കേരളത്തിലെ സസ്യസമൃദ്ധമായ ഹരിതാപമായ കുന്നുകൾ പോലെയല്ല. മൂറിൻമല എന്ന് പറഞ്ഞാൽ തീരെ ആകർഷണീയത ഇല്ലാത്ത വിജനമായ, അവിടെയായി മാത്രം പൊക്കം കുറഞ്ഞ് തീരെ സൗന്ദര്യമില്ലാത്ത മൂറിൻ വൃക്ഷങ്ങൾ നിൽക്കുന്ന കാണാം. ഒരു വലിപ്പമുള്ള മുൾച്ചെടി പോലെ. കാറ്റ് ഹുങ്കാരമൂതുന്ന വിജനമായ മലയാണ്. സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും നിഗളത്തിൻ്റെയും നിഴലുകൾ മാറിപ്പോകുവോളം താഴ്മയുടെയും വിശുദ്ധിയുടെയും പ്രഭാതം വരുവോളം നമ്മൾ ആ മൂറിൻ മലയിൽ കാത്തിരിക്കേണ്ടതാണ്. സ്വയം ബലിയർപ്പണത്തിൻ്റെയും സ്വയം ക്രൂശീകരണത്തിൻ്റെയും സ്വയം സമർപ്പണത്തിൻ്റെയും മലയാണ് മൂറിൻ്റെ മല. കുറച്ചു മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ഗ്ലോറിയസ് ദർബാറിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ സൂമിലെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഡിസ്കഷൻ ഫോറമാണ്. ഇറ്റ് ഈസ് അവൈലബിൾ 24 hours, 24 മണിക്കൂറും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾ അവിടെ ഒരുമിച്ച് വന്ന് സംസാരിക്കുന്നു. അത് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ മാത്രമേ ഉള്ളൂ. ലോക്ക്ഡൌൺ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ആളുകൾ വന്ന്, ഇപ്പോൾ കുറച്ചു മുമ്പേ ഞാൻ അവിടെ ചെന്ന് കയറി ഇരുന്നപ്പോൾ, അല്ലെ നമ്മുടെ നാട്ടിലെ പഴയ ഒരു ചായക്കട സംവിധാനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആളുകൾ വന്ന് അവിടെ ഇരുന്ന് വർത്തമാനം പറയും. കുറച്ചു മുമ്പ് ഞാൻ കയറിയപ്പോൾ 2-3 പേര് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അവർ പറയുന്നത്, നമുക്ക് ഈ ഗ്ലോറിയസ് ഗോസ്പൽ കേട്ട് മനസ്സിലായി എങ്കിലും ചിലപ്പോൾ നമുക്ക് ചിലരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല പൂർണ്ണമായിട്ടും. ഹീലിംഗ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ സൗഖ്യം, ആന്തരിക സൗഖ്യം, ഇതേക്കുറിച്ച് കേൾക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റാതെ വരും. അപ്പൊ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, സ്വാർത്ഥതയും നിഗളവും അഹങ്കാരവും മൂഢതയും നമ്മെ ഭരിക്കുന്നെങ്കിൽ, നമ്മൾ കാത്തിരിക്കേണ്ട മലയാണ് മൂറിൻമല. മൂറിൻമല കയറുമ്പോൾ മടുപ്പുളവാകും. അവിടെ ആകർഷണീയതയൊന്നുമില്ല, അവിടെ ഫെലോഷിപ്പും വലിയ സന്തോഷവും ഒന്നുമില്ല. ശീതക്കാറ്റും ഈ ചൂളം വിളിച്ചെത്തുന്ന അനുഭവം, ഇടിമിന്നലുകളും വിജനതയുടെ ഭയാനകതയും എല്ലാം നമ്മളെ പിന്തിരിഞ്ഞു പോകാൻ പ്രേരിപ്പിക്കും. എന്നാലും ഞാൻ പിന്മാറുകയില്ല എന്ന ആ ഒരു ഗാനത്തോടുകൂടെ വിശ്വാസി മൂറിൻമലയിലേക്ക് കയറുമ്പോൾ അവന്റെ ആ ഗമനത്തിൽ കാലിന് ദീപമായും പാതയ്ക്ക് വെളിച്ചമായും ക്രിസ്തുവിന്റെ വചനം അവനെ നയിക്കും. ആ മലയുടെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ അവിടെയാണ് സാത്താന്റെ ആക്രമണങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ,
ഇത് അക്യൂസർ, രാപകൽ നമ്മെ കുറ്റം ചുമത്തുന്ന സാത്താന്റെ ശബ്ദം, പ്രലോഭനങ്ങൾ, ഭീഷണികൾ, വെല്ലുവിളികൾ ഒക്കെ ഈ കാറ്റിന്റെ ഹുങ്കാര ശബ്ദത്തിനോടൊപ്പം മുഴങ്ങും. അവിടെയാണ് യഥാർത്ഥ ആത്മീയ യുദ്ധം നടക്കുന്നത്. മൂറിൻ മലയിലാണ്. മൂറിൻ മലയിൽ നമ്മൾ കാത്തിരിക്കുകയാണ് നിഴൽ മാറിപ്പോകുവാൻ. എന്നാൽ ആ മലയുടെ മുകളിൽ, ആ മൂറിൻ മലയിൽ അങ്ങനെ ഇരിക്കുമ്പം നമ്മളിങ്ങനെ കാതോർത്താൽ നമുക്കിങ്ങനെ ആ കാറ്റിന്റെ ശബ്ദത്തോടൊപ്പം താളാത്മകമായി ഒരു ദീർഘമായ ശ്വാസനിശ്വാസം നമുക്ക് കേൾക്കാം. ഇങ്ങനെ ശ്വാസം വലിച്ചു വിടുന്ന ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും. ആ ശ്വാസം വലിച്ചു വിടുന്ന ശബ്ദം കാൽവരി മലയിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്. ആ ശബ്ദത്തിൽ, ആ ശ്വാസനിശ്വാസത്തിൽ നമ്മോടുള്ള സ്നേഹത്തിന്റെ ആർദ്രമായ കരുണയുടെ വാക്കുകളെ, ഭാഷയെ നമുക്ക് കേൾക്കാൻ കഴിയും. കുരിശിൽ തൂങ്ങുന്ന ദൈവപുത്രന്റെ ചിത്രം ആത്മാവ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഓരോ കോശങ്ങളിലും പ്രാണൻ പറഞ്ഞു പിടയുന്ന വേദന അനുഭവിക്കുന്ന ആ കാഴ്ച. ഒന്നാമത്തെ ആദാം ഏദൻ തോട്ടത്തിൽ ഗാഢ സുഷുപ്തിയിൽ ലയിച്ചപ്പോഴാണ് അവന് ഒരു ഭാര്യയെ കിട്ടിയത്. ഒന്നാമത്തെ ആദാം ഉറങ്ങുകയായിരുന്നു. ഡീപ് സ്ലീപ്പിൽ അവന്റെ മണവാട്ടി പുറത്തു വന്നു. എന്നാൽ ഇവിടെ കാൽവരി ക്രൂശിൽ ക്രിസ്തു പ്രാണൻ കൊണ്ട് പിടയുമ്പോഴാണ് അവന്റെ മണവാട്ടി അവന്റെ വിലാപ്പുറത്തു നിന്ന് പുറത്തേക്ക് വരിക. ഒന്നാമത്തെ ആദാമിന്റെ വിലാപ്പുറം തുറന്നപ്പോൾ, ആ വിലാപ്പുറം തുറന്നിട്ട് ആ വാരിയലിൽ നിന്നാണ് ഒന്നാമത്തെ ആദാമിന്റെ മണവാട്ടി പുറത്തു വന്നത്. ഇവിടെ ഇതാ ഒടുക്കത്തെ ആദാമിന്റെ മണവാട്ടി പുറത്തു വരികയാണ്. നമ്മൾ ആ മൂറിൻ മലയിൽ ഇരിക്കുമ്പോൾ അവന്റെ വിലാപ്പുറം തുറക്കപ്പെടുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അവന്റെ മണവാട്ടി അവിടെ നമ്മൾ കേൾക്കുന്നത്, നീ സുന്ദരിയാണ്, നിനക്ക് യാതൊരു കുറവുമില്ല. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളും സൂനു ഹൃപതിശലോമോൻ വിമല സഭേ, നിന്നിലാടിപ്പൂ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു, വസന സുഗന്ധം നീസാൻ കുസുമസമം, സഭേ സകലവിധം സുമുഖി നീ കറത്തിണ്ടാത്തോൾ, ശ്ലീബായെ വന്നിപ്പതിനാൽ രാജാവ മശിഹ, ഹല്ലേലൂയ കാക്കുന്നു നിന്നെ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സൂനു ഉലകിതിലൊരുപോലൊളി വീശും പകലോരും തോൾനി, താവകഭാരേ ശ്ലീബായിൻ മുദ്ര, പാവനവതനും സ്തുതി പാടിയിടുന്നു, ദൈവസുതൻ തൻ രക്തം നിൻ വായ് മലരിൽ കാണുന്നു, സ്തുതി പാടും നിരവും പകലും നിൻ സന്താനങ്ങൾ, ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. പുലരിയിലപ്പരമോന്നതനാം ദൈവത്തെ വാഴ്ത്തും, നീവൽ പറവയോടൊപ്പം താൻ സഭസംഗീതത്തിൽ, ദാവീദിന്റെ കിന്നരവും പേറി അവളീറയരോടൊപ്പം പാടുന്നു, 150 കമ്പികളേലും തമ്പുരുവാദ്യത്താൽ അവളുടെയോരെ വാഴ്ത്തിയിടുന്നു ലോകങ്ങളിലെങ്ങും, ഹല്ലേലൂയ കൃപ വർഷിച്ചിടാം. ഇവിടെയാണ് നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട ലിറ്റർജി എങ്ങനെയാണ് പോകുന്നതെന്ന്. അതായത് ഈ പുലരിയിലെ പരമോന്നതമ ഒളി വീശുമ്പോൾ, അപ്പൊ പുലരിയെ പോലെ നീ സുന്ദരിയാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കുകയാണ്, ഉഷസിൽ ആനന്ദഘോഷം വരികയാണ്. നമ്മൾ ഈ നിഴല് കാണുകയാണ്, വികൃതമായ നിഴലുകൾ. ശിവത്തിന്റെ നിഴലുകൾ മാറുവാൻ മൂറിൻ മലയുടെ ഏകാന്തതയിൽ, വിജനതയിൽ, ഭയാനകതയിൽ, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ നാം നമ്മെ തന്നെ ഒറ്റപ്പെടുത്തുകയാണ്. ഇതാണ് ഡെസേർട്ട് ഫാദേഴ്സ്, മരുഭൂമിയിലെ താപസന്മാർ, പ്രാർത്ഥനാ മല്ലന്മാർ. അവർ തങ്ങളെ തന്നെ ഒറ്റപ്പെടുത്തി.
ക്രിസ്തുവിന്റെ സ്നേഹത്താൽ വശീകരിക്കപ്പെട്ട, അല്യൂഡ് ബൈ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, they were led to the wilderness. There God spoke to them in a tender voice, in a sweet voice. അപ്പോൾ ആ സ്വീറ്റ് വോയിസ് ആണ് ഈ മൂറിൻ മലയിൽ വെച്ച് കേൾക്കുന്നത്. അപ്പോൾ ഈ മോർണിംഗ് വന്നു കഴിയുമ്പോൾ ആ ബ്യൂട്ടി വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സങ്കീർത്തനങ്ങളുടെ ക്രമം വായിക്കുമ്പോൾ, ദൈവമേ നിന്റെ കരുണയുടെ ആ ബഹുത്വത്തിന് പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. അവിടെയാണ് നമ്മൾ കാണുന്നത് ഈ ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. അപ്പം അവിടെ അങ്ങനെ ഇരിക്കുന്നു. അത് നിങ്ങൾ സങ്കീർത്തനം മുന്നോട്ട് വായിച്ചു വന്നു കഴിയുമ്പം ദാവീദിന്റെ കിന്നരം എടുത്ത് ഞാൻ പാടും. അപ്പം 150 സങ്കീർത്തനത്തിലേക്ക് വന്നു കഴിയുമ്പം അവിടെ കാണുന്നത് എന്താണ്? തപ്പിനോടും നൃത്തത്തോടും കൂടി അവനെ സ്തുതിപ്പീൻ, തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടി അവനെ സ്തുതിപ്പീൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ, 150 കമ്പികളുള്ള കിന്നരങ്ങളോടുകൂടെ, വീണകളോടുകൂടെ, കുഴലുകളോടുകൂടെ അവനെ സ്തുതിപ്പീൻ. അപ്പൊ ഈ മൂറിൻമലയിൽ ഇരിക്കുമ്പോൾ ആ നിഴല് മാറുന്ന ഒരു അനുഭവമാണ്. അതാണ് ഇവിടെ ഈ പാട്ട്. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. പുലരിയിലപ്പരമോന്നതനാം ദൈവത്തെ വാഴ്ത്തും, നീവൽ പറവയോടൊപ്പം താൻ സഭസംഗീതത്തിൽ ദാവീദിന്റെ കിന്നരവും പേറി അവളീറയരോടൊപ്പം പാടുന്നു. 150 കമ്പികളേലും തമ്പുരുവാദ്യത്താൽ അവളുടെയോരെ വാഴ്ത്തിയിടുന്നു ലകങ്ങളിലെങ്ങും. ഹല്ലേലൂയ, കൃപ വർഷിച്ചിടാൻ. സഭയോടും തന്നെ 3 കോട്ടകൾ ചുറ്റുന്നു, വഞ്ചകനാം ദുഷ്ടാത്മാവിനുള്ളിൽ പുകീടാൻ. ബന്ധിച്ചവയാണന്യോന്യം 3 കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൻ. താതസുതാമലറൂഹായാം ഏകത്വം തൃത്വം, മഹിമേഴും മണവാട്ടി സമം മധ്യമേറുന്നേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. കണ്ടോ, സഭ ഇരിക്കുന്നത് എവിടെയാന്ന്? താതസുത വിമലാത്മാവിന്റെ നടുവിലാണ് ഇരിക്കുന്നത്. അവിടെ ആ പാട്ട് പാടി വന്നു കഴിയുമ്പോഴും നമ്മളിപ്പോഴും പറയുന്നത് പോലെ ആ ട്രിനിറ്റേറിയൻ വർഷിപ്പിലേക്കാണ് സഭ വരുന്നത്. അത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ച് കാണത്തില്ല. ആ ട്രിനിറ്റേറിയൻ വർഷിപ്പിന്റെ ബ്യൂട്ടി നോക്ക്. 3 കോട്ടകൾ നമ്മെ ചുറ്റുകയാണ്. നമ്മളിനി നിഴലുകളെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റിയ ഇരുൾ നിറത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നീ സുന്ദരിയാണ്, നീ അതിസുന്ദരിയാണ്, ദൈവത്തിന്റെ കാഴ്ചയാണ്. സ്ഥലമില്ലിവ പാർത്താൻ. താതസുതാമലറൂഹായാം ഏകത്വം തൃത്വം, മഹിമേഴും മണവാട്ടി സമം മധ്യമേറുന്നേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. അപ്പോൾ അതാണ് നമ്മൾ മൂറിൻ മലയിൽ കയറി ഇരിക്കുകയാണ്. അപ്പം അതുവരെയും നമ്മൾ എന്ത് ചെയ്യാണ്? എന്നോട് കൃപയുണ്ടാകുവോളം ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. 57 സങ്കീർത്തനമാണ്. അപ്പം ഭയം കൊണ്ടുവരുന്ന, ഭീതി കൊണ്ടുവരുന്ന, മടുപ്പുളവാക്കുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ഈ മലകയറ്റമാണ്. ഈ മലയുടെ മുകളിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഈ മൂറിൻ മലയിൽ ഇരുന്നുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ സകല രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു, ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
അപ്പം ഈ മൂറിൻ്റെ മലയിൽ ഇരിക്കുമ്പോൾ ഒരു വിശ്വാസിയിൽ സംഭവിക്കുന്ന പരിണാമങ്ങളാണത്. വിശ്വാസിയുടെ പരിണാമമാണ് മൂറിൻ മലയിൽ. അവിടെ വിശ്വാസിയുടെ മരണമാണ് സംഭവിക്കുന്നത്. എവിടെയാണ് മരണം സംഭവിക്കുന്നത്? നിഴൽ കാണാതെ ആകുവോളം, പകൽ അസ്തമിക്കണം നിഴൽ കാണാതെ ആകണമെങ്കിൽ. സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ മരിക്കുമ്പോൾ. അപ്പം നമ്മൾ ഈ ലൈവ് സെഷൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞത് പകലുള്ളിടത്തോളം നിഴലുകൾ കാണും, എന്നാൽ നിഴൽ മാറുന്നത് പകൽ മാറുമ്പോഴാണ്. അപ്പം നിഴൽ മാറുവോളമാണ് കാത്തിരിപ്പ്. പക്ഷേ അത് നമ്മുടെ മരണത്തിലാണ് സംഭവിക്കുന്നത്. പക്ഷേ ആ സംഭവം പ്രാർത്ഥിക്കുന്നവരുടെ ലൈഫിൽ ആക്ച്വൽ ഡെത്തിന് മുമ്പ് സംഭവിക്കും. അതാ ഇവിടെ ഈ പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ മരണത്തെ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. പൗലോസ് പറയുകയാണ്, എങ്ങനെ മരണത്തെ വഹിക്കുന്നത്? അതൊരു മിസ്റ്റിക് എക്സ്പീരിയൻസ് ആണ്. ജീവിച്ചിരിക്കുകയാണ്, പക്ഷേ മരണത്തെ വഹിക്കുകയാണ്. ഇപ്പോൾ ഒരു വിശ്വാസി ജഡത്തിന് മരിച്ചവനാണ്, പാപത്തിന് മരിച്ചവനാണ്, ലോകത്തിന് മരിച്ചവനാണ്, ന്യായപ്രമാണത്തിന് മരിച്ചവനാണ്. അപ്പം ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചവർ, പാപം സംബന്ധിച്ച് മരിച്ചവർ, ലോകം സംബന്ധിച്ച് മരിച്ചവർ, ജഡം സംബന്ധിച്ച് മരിച്ചവർ. അപ്പം ആ മരണം, ഈ 4 മരണം ഉണ്ടാകുമ്പോൾ നിഴലുകൾ മാറിപ്പോവുക. ഈ 4 മരണം ഉണ്ടാകാത്ത, അതുകൊണ്ടാണ് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികൾ നിലനിൽക്കുന്നിടത്തോളം കാലം നിഴലുകൾ നമ്മളെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിഴലുകൾ നിലനിൽക്കുന്നിടത്തോളം നമ്മൾ ഏത് മലയിൽ ഇരിക്കണം? മൂറിന്റെ മലയിലാണ് ഇരിക്കുന്നത്. വെയിറ്റ് ചെയ്യാണ് നിഴൽ മാറാൻ വേണ്ടി. അനുതാപത്തിന്റെയും കണ്ണുനീരിന്റെയും മാത്രമല്ല ക്രിസ്തീയ ജീവിതം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും എല്ലാ ദിവസവും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം ക്രിസ്തീയ ജീവിതം. നോ, അനുതാപാശ്രുക്കളുടെ മാത്രം ജീവിതമല്ല, സന്തോഷാശ്രുക്കളുടെയും കൂടെയാണ്. അപ്പോൾ ഈ നാഥന്റെ സ്നേഹ സൗമ്യത നൽകുന്ന ആശ്വാസത്തോടെ നമ്മൾ ഈ മല ഇറങ്ങുകയാണ്, മൂറിന്റെ മല ഇറങ്ങുകയാണ്. നിങ്ങളത് ഭാവന കാണണം. മൂറിൻ മല ഇറങ്ങി നമ്മൾ വരികയാണ്. സൗമ്യദീപ്തമായ അവന്റെ നയനങ്ങളിൽ നമ്മൾ കണ്ണുടക്കി നിൽക്കുകയാണ്. അവന്റെ സ്നേഹവും അവന്റെ വാത്സല്യവും. അവൻ നമ്മോട് പറയാണ്, യു ആർ ബ്യൂട്ടിഫുൾ. നമ്മൾ മൂറിന്റെ മല ഇറങ്ങി താഴോട്ട് വരുമ്പോൾ അവിടെ ഒരു ചെറിയ കുന്നുണ്ട്. ഒരു ചെറിയ കുന്ന് കാണും. ആ കുന്നാണ് കുന്തിരിക്കക്കുന്ന്. അതാണ് അവിടെ ഉത്തമഗീതത്തിൽ കാണുന്നത്. മൂറിൻ മലയിലും കുന്തിരിക്കക്കുന്നിലും ചെന്നിരിക്കുക. അപ്പം മൂറിൻ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ കുന്തിരിക്കക്കുന്ന് കാണുകയാണ്. അവിടെ കാറ്റിന്റെ ഹുങ്കാര വിളിയൊന്നുമില്ല, ഭീതിപ്പെടുത്തുന്ന ഏകാന്തതയില്ല, മൊട്ടക്കുന്നുകളുടെ വിരസത അവിടെയില്ല. വൈരൂപ്യമുള്ള കാഴ്ചകളില്ല, പാറക്കെട്ടുകളില്ല. നമ്മൾ ആ കുന്നിറങ്ങി താഴെ വരുമ്പം വളരെ ബ്യൂട്ടിഫുള്ളായ ചെറിയൊരു കുന്നാണ് കുന്തിരിക്കക്കുന്ന്. അവിടെ ഉന്മേഷദായകമായ ഇളം കാറ്റും പ്രസന്നദായകമായ അന്തരീക്ഷവുമുള്ള ആ കുന്തിരിക്കക്കുന്നിൽ നമ്മൾ ഇരിക്കുമ്പോൾ നാഥന്റെ സ്നേഹോഷ്മളമായ സാന്നിധ്യത്തിൽ നമ്മൾ ആനന്ദത്തിൽ ഇരിക്കുകയാണ്. ഇതാണ് പെർഫെക്റ്റ് ക്രിസ്ത്യൻ ലൈഫ്. ഇപ്പൊ ക്രിസ്ത്യൻ ലൈഫിന് 2 ഫേസ് ഉണ്ട്. ഒന്നുകിൽ മൂറിന്റെ മലയിൽ അനുതാപാശ്രുക്കളോടെ ഇരിക്കും, അല്ലെങ്കിൽ കുന്തിരിക്കക്കുന്നിൽ സന്തോഷാശ്രുക്കളോടെ ഇരിക്കും. 2 എക്സ്പീരിയൻസസ് ആണ്. ഇത് 2 എക്സ്പീരിയൻസ് ആണ് അവിടെ പറയുന്നത്. അപ്പൊ കുന്തിരിക്കക്കുന്നിൽ കർത്താവിന്റെ സ്നേഹത്തിൽ ആമഗ്നരായി കുന്തിരിക്കക്കുന്നിൽ ഇരിക്കുകയാണ്. ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. താഴ്വരകളിൽ ചിലവഴിക്കുവാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. താഴ്വരകളിൽ അസ്ഥികളാണ് ചിതറിക്കിടക്കുന്നത്. അസ്ഥികളുടേതാണ് താഴ്വര. അങ്ങനെയാണ് പ്രവാചകൻ കണ്ടത്. താഴ്വരകളിൽ അസ്ഥികളാണ്. ബന്ധം വിട്ടവരും ജീവനറ്റവരുമാണ് താഴ്വരയിൽ. ജീവൻ പ്രാപിച്ചവരും ബന്ധം ഉള്ളവരും മലകളിലാണ്. അവൻ കുന്തിരിക്ക മലയിൽ നിങ്ങൾക്ക് അവരെ കാണാം. അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ 14 അധ്യായത്തിൽ വരുമ്പോൾ ഞാൻ കുഞ്ഞാടിനെയും കൂടെയുള്ളവരെയും കണ്ടു. താഴ്വരയിലല്ല, സിയോൻ മലയിൽ അവർ നിൽക്കുന്നത് കണ്ടു. പ്രേമത്തിന്റെ മലയാണ്, പ്രണയത്തിന്റെ മലയാണ്, ഫെലോഷിപ്പിന്റെ മലയാണ്. നമ്മുടെ കർത്താവിനെ നോക്കിയാൽ, കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ
അവൻ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു മലയിൽ കയറി. ജനങ്ങൾക്ക് പ്രബോധനം കൊടുക്കുന്നതിന് മുമ്പ് അവനൊരു മലയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കാനായി അവൻ മലയിൽ കയറി. രൂപാന്തരപ്പെടുവാൻ അവനൊരു മല തെരഞ്ഞെടുത്തു. ക്രൂശിക്കപ്പെടുവാൻ മറ്റൊരു മല തെരഞ്ഞെടുത്തു. അവൻ സ്വർഗാരോഹണം ചെയ്യുവാനും ഒരു മലയാണ് തെരഞ്ഞെടുത്തത്. എപ്പോഴും മലയിലേക്കാണ്, മലകളിൽ നിന്നാണ് അവന്റെ ഫെലോഷിപ്പ്. മീറ്റ് യുവർ ഗോഡ് ഓൺ ദ മൗണ്ടൻ ടോപ്പ്. നിന്റെ ദൈവത്തെ നീ മലമുകളിൽ സന്ധിക്കുക. നിന്റെ ദൈവത്തെ നീ മലമുകളിൽ സന്ധിക്കുക. താഴ്വരകളിലല്ല ദൈവത്തെ കാണേണ്ടത്, പർവ്വതഗിരികളിലാണ്. അത് ഏത് മലയുടെ മുകളിലാണ് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കർത്താവിനെ കാണാം എവിടെയാണ്? മൂറിന്റെ മലയിലാണോ കുന്തിരിക്ക കുന്നിലാണോ? ഐഡിയൽ ആൻഡ് പെർഫെക്റ്റ് സ്ഥലം കുന്തിരിക്ക കുന്നിൽ വെച്ച് കാണുന്നതാണ്. കുന്തിരിക്ക കുന്നിൽ ആണ് ദൈവ സാന്നിധ്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ, പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരമായി കുന്തിരിക്കമിട്ട് ഉള്ള ധൂപം വെക്കുന്നത്. ഇൻവിറ്റേഷൻ, കുന്തിരിക്ക കുന്നിലേക്കുള്ള ഇൻവിറ്റേഷനാണ്. പ്രാർത്ഥനയിൽ സമയമിതല്ലോ മോർഗി വറുകി, നിൻ പ്രാർത്ഥന തുണയേകട്ടെ ഞങ്ങൾക്കെന്നും. ഈ ആഴ്ച മലങ്കരയിലെ പള്ളികളിലെല്ലാം ഗീവറിസഹതായുടെ ഓർമ്മയോ കൊണ്ടാടുകയാണ്. നിന്നെ വരിച്ചൊരു താതന്നും മോർഗി വറുകി, നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മുടി ചൂടിയിടുന്ന റുഹാവന്യൻ. ഉത്തമഗീതം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ മൂറും കുന്തിരിക്കവും കൊണ്ടും കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നു ഇവനാർ. മൂറും കുന്തിരിക്കവും കൊണ്ടും കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നു ഇവനാർ. ഞാൻ പലതവണ ലൈവിൽ പറഞ്ഞതുപോലെ നമ്മുടെ വെസ്റ്റേൺ വേൾഡിൽ ഓർത്തഡോക്സിയോടുള്ള ഒരാഭിമുഖ്യം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. വെള്ളക്കാർ ധാരാളം ആളുകൾ ഓർത്തഡോക്സിയിലേക്ക് തിരിയുകയാണ്. ഓർത്തഡോക്സി ഈസ് ദ ആൻസർ ഫോർ ദ പ്രസന്റ് പ്രോബ്ലംസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ദിസ് ജനറേഷൻ. ക്രിസ്ത്യാനിറ്റി ഉത്തരമില്ലാതെ പകച്ചു നിന്നപ്പോൾ എന്തുകൊണ്ട് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി എന്ന ചോദ്യം പാശ്ചാത്യ ചിന്തകരെ കൊണ്ടുചെന്നെത്തിച്ചത് ഈസ്റ്റേൺ തിയോളജിയിലാണ്. വെസ്റ്റേൺ തിയോളജി പരാജയപ്പെട്ടു. വെസ്റ്റേൺ തിയോളജിയുടെ അല്ലെ വെസ്റ്റേൺ സഭയുടെ നൗക, വിശ്വാസ കപ്പൽ തകർന്നുപോയി. പോസ്റ്റ് മോഡേണിസത്തിന്റെയും ഫ്രീ തിങ്കിങ്ങിന്റെയും മഞ്ഞുമലയിൽ തട്ടി ഒരു ടൈറ്റാനിക് പോലെ വെസ്റ്റേൺ ചർച്ച് തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ശിഷ്യന്മാർ ഏറ്റെടുത്തതുമായ ആ സഭയ്ക്ക് ഇങ്ങനെ പറ്റിയത്? ഇന്ന് വെസ്റ്റേൺ വേൾഡ് പ്രതീക്ഷയോടെ നോക്കുന്നത് വെസ്റ്റേൺ ചിന്തകന്മാർ, ക്രിസ്ത്യൻ ഫിലോസഫേഴ്സ് ഈസ്റ്റിന്റെ ചിന്തകളിലേക്ക് വരികയാണ്. അതാണ് ഒറിജിനൽ കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ യഥാർത്ഥ സഭയുടെ ആ ചിന്ത. വളരെ വലിയ ആഭിമുഖ്യമാണ് അമേരിക്കയിലും യൂറോപ്പിലും ഓർത്തഡോക്സിയോടുള്ള ആഭിമുഖ്യം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർത്തഡോക്സ് ആഭിമുഖ്യമുള്ള വെള്ളക്കാരുടെ ഒരു മീറ്റിങ്ങിന് പോയി. ഞാൻ ഒരു പ്രാവശ്യം ലൈവിൽ പറഞ്ഞാണെന്ന് ഓർക്കും. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ അനുഭവങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു വെള്ളക്കാരി പറയുകയാണ്, കാരണം ഓർത്തഡോക്സി ഇല്ല, ഐ ലവ് ദ സ്മെൽസ് ആൻഡ് ബെൽസ്. ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ ചെല്ലുമ്പോൾ അവൾ പറയാണ്, അവിടുത്തെ ആ സുഗന്ധവും മണിനാദവും എന്നെ ആകർഷിക്കുന്നു. സ്മെൽസ് ആൻഡ് ബെൽസ്. എണ്ണയുടെയും മെഴുകിൻ്റെയും കുന്തിരിക്കത്തിൻ്റെയും പുഷ്പങ്ങളുടെയും എല്ലാം സമ്മിശ്രമായ വാസന. അതാണ് ഉത്തമഗീതത്തിൽ നമ്മൾ കാണുന്നത്. മൂറും കുന്തിരിക്കവും കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങളും കൊണ്ട് പരിമളപ്പെട്ടിരിക്കുന്ന ഒരു പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഇവനാർ. നമ്മുടെ ജീവിത ക്ലേശത്തിന്റെ മരുഭൂമിയിൽ നമ്മൾ പള്ളിക്കകത്ത് ചെല്ലുമ്പോൾ, ആ ധൂപാർപ്പണം നടക്കുമ്പോൾ, ആ കുന്തിരിക്കത്തിന്റെ സുഗന്ധത്തോടു കൂടി ആ ധൂപം ഉയരുമ്പോൾ നമ്മുടെ ആത്മാക്കളെ ഉയർത്തിക്കൊണ്ടു പോകുന്നത് ഈ പ്രിയൻ
സ്നേഹ സൗമ്യദീപ്തമായ നയനങ്ങളോടെ ഇറങ്ങി നമ്മെ മീറ്റ് ചെയ്യുന്ന ആ കുന്തിരിക്ക കുന്നിലേക്കാണ്. അനുതാപത്തോടെ കുമ്പസാരത്തിനായി നമ്മൾ മുട്ടുകുത്തുമ്പോൾ ആ കുമ്പസാര വേളകൾ നമ്മെ കയറ്റിക്കൊണ്ടു പോകുന്നത് ഈ മൂറിൻ കുന്നിലേക്കാണ്. ഒന്നുകിൽ മൂറിൻ മലയിൽ, അല്ലെങ്കിൽ കുന്തിരിക്ക കുന്നിൽ. അവിടെയാണ് ഓർത്തഡോക്സിയുടെ സൗന്ദര്യം നിങ്ങൾ കാണും. ദിസ് ഈസ് ഓർത്തഡോക്സ് തിയോളജി. ദിസ് ഈസ് ദ ബെസ്റ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇതാണ് ക്രിസ്ത്യാനിറ്റി, ട്രൂ ക്രിസ്ത്യാനിറ്റി. അതാണ് നമ്മൾ ഉത്തമഗീതങ്ങളിൽ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുകയാണ്. വെയിലാറി നിഴൽ കാണാതെയാകുവോളം ഞാൻ മൂറിൻ മലയിലും കുന്തിരിക്ക കുന്നിലും ചെന്നിരിക്കാം. എത്ര പേരാണ് തീരുമാനമെടുക്കുന്നത്? ലോക വ്യവഹാരങ്ങളുടെയും ജഡീക അഭിലാഷ പൂർത്തീകരണ വ്യഗ്രതകളുടെയും താഴ്വരകളിൽ നിന്ന് അനുതാപത്തിന്റെയും ദൈവസാന്നിധ്യത്തിന്റെയും മൂറിൻ മലയിലേക്കും സ്നേഹോഷ്മളതയുടെയും പ്രണയനിമിഷങ്ങളുടെയും സ്നേഹസൗമ്യദീപ്തമായ മിഴികൾ നമ്മെ കാത്തിരിക്കുന്ന കുന്തിരിക്ക കുന്നിലേക്കും എലിവേറ്റ് ചെയ്യപ്പെടുന്ന സ്പിരിച്വാലിറ്റി. യു ക്യാൻ സീ ദാറ്റ് സ്പിരിച്വാലിറ്റി ഓൺലി ഇൻ ആൻ ഓർത്തഡോക്സ് ചർച്ച്. ദാറ്റ് ഈസ് ട്രൂ സ്പിരിച്വാലിറ്റി, ട്രൂ ക്രിസ്ത്യാനിറ്റി. ദാറ്റ് ഈസ് ദ സോൾ ആൻഡ് എസൻസ് ഓഫ് ഒറിജിനൽ ഓതന്റിക് ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി. എന്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ ഒരു ഊനവുമില്ല. അതാണ് നമ്മൾ അവസാനമായിട്ട് വിശുദ്ധ കുർബാന തീരുമ്പോൾ ഇപ്പം എൻ്റെ പ്രിയേ നീ സർവാംഗ സുന്ദരി, ആ ആശീർവാദമാണ് പുരോഹിതന്റെ വന്യ പട്ടക്കാരന്റെ നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സമാധാനത്താലേ പോകുകയും ദൂരസ്ഥന്മാരുടെ കൂടെ സമീപസ്ഥരും മരിച്ചുപോയവരുടെ കൂടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷ പ്രാപിച്ചു വരും. ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ മരിച്ചുപോയ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ഇവിടെ നമ്മൾ പറയാണ് 3 കോട്ട നമ്മെ ചുറ്റുകയാണ്. കുറച്ചു മുമ്പ് നമ്മൾ കേട്ടില്ലേ? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മളത് കേട്ടത്. നമുക്ക് ഒന്നുകൂടെ അത് കേട്ടു നോക്കാം. കുന്നെന്നെ 3 കോട്ടകൾ ചുറ്റുന്നു, കൃപ വർഷിച്ചിടാൻ. സഭയോടും തന്നെ 3 കോട്ടകൾ ചുറ്റുന്നു, വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പുകീടാൻ. ബന്ധിച്ചവയാണന്യോന്യം 3 കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൻ. താതസുതാമലറൂഹായാം ഏകത്വം തൃത്വം മഹിമേഴും മണവാട്ടി സമം മധ്യമേറുന്നേ. ഹാലേലൂയ, ഓ ഹാലേലൂയ. ഇപ്പം നമുക്ക് ആ ഒരു ആശ്വാസമാണ്. അവിടെയാണ് നമുക്ക് ആ സമാധാനത്തെ നമുക്ക് നൽകുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് നീ അതിസുന്ദരിയാണ്. വെയിലാറി നിഴൽ കാണാതെയാകുവോളം ആണ് പേഴ്സണൽ കമ്മിറ്റ്മെന്റ്. കുറിയലൈസോൻ, കുറിയലൈസോൻ, കുറിയലൈസോൻ. കർത്താവെ കരുണ ചെയ്യണമേ. നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? മൂറിന്റെ മലയിലാണോ കുന്തിരിക്ക കുന്നിലാണോ? ഒരിക്കലും താഴ്വരയിലായിരിക്കരുത്. അസ്ഥിക്കൂനങ്ങളുടെ ഇടയിൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. എഫേസ്യ ലേഖനത്തിൽ പൗലോസിനെ വിളിക്കുകയാണ്. താഴ്വരകളിൽ ചിതറിക്കിടക്കുന്ന, ബന്ധം വിട്ട് കിടക്കുന്ന അസ്ഥികൾ, 30,000-ൽ പരം അസ്ഥികൾ വിവിധ പെന്തക്കോസ്റ്റൽ ഡിനോമിനേഷൻസ്.
താഴ്വരകളിൽ കിടക്കുന്ന അസ്ഥികളുടെ ഇടയിൽ നിൽക്കരുത്, ഉയരത്തിലേക്ക്, മൂറിന്റെ മലയിലേക്ക് കയറാം. അല്ലേ? നമുക്ക് അവിടുന്ന് വയ്യ താഴെ കുന്തിരിക്ക കുന്നിലേക്ക് വരാം. ആ പ്രണയോഷ്മളതയിലേക്ക്, ആ സ്നേഹസൗമ്യ ദീപ്തമായ ദൈവപുത്രന്റെ സാന്നിധ്യത്തിലേക്ക്, അവന്റെ മാർവിടത്തിലേക്ക് നമുക്ക് താഴ്ന്നിറങ്ങി വരാം. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. ഇന്നലത്തെ ചർച്ചയിൽ ബ്രദർ ഡെനീഷ് എന്നോട് പറഞ്ഞാണ്, ഇത് പ്രശ്നമല്ല, ഹെരസി പ്രശ്നമല്ല, ഉപദേശ വൈകല്യങ്ങൾ പ്രശ്നമല്ല, നമുക്ക് കുറച്ച് അത്ഭുതങ്ങൾ നടന്നാൽ മതി. താഴ്വരകളിലെ അസ്ഥികൾ പറയുകയാണ്, കാരണം ബന്ധം വിട്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത ആൾ പറയുന്നു, അടുത്ത ബ്രദർ പറഞ്ഞു, ഞാൻ സ്വന്തമായിട്ട് 1.5 കൊല്ലം മുമ്പ് ഒരു സഭ തുടങ്ങി. അപ്പോൾ അത് ഇൻഡിപെൻഡന്റ് ആണ്. യെസ്, ഇൻഡിപെൻഡന്റ് ആണ്. ചിതറിക്കിടക്കുന്ന അസ്ഥിയാണ്, ബന്ധം വിട്ട അസ്ഥിയാണ്. ഇൻഡിപെൻഡന്റ് ചർച്ചുകൾ ബന്ധം വിട്ട അസ്ഥികളാണ്. അസ്ഥികളുടെ താഴ്വരയിൽ യഹസ്കേൽ പകച്ചു നിൽക്കുകയാണ്. വാട്ട് ടു ഡു? ഫെലോഷിപ്പിന്റെ കുന്ന് നിന്നെ വിളിക്കുന്നു, മാതൃസഭയിലേക്ക് മടങ്ങുവാൻ, പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ വലയത്തിലേക്ക് മടങ്ങുവാൻ, താതസുത വിമലാത്മാവിന്റെ 3 കോട്ടകളുടെ നടുവിലേക്ക്, ആ കരങ്ങളുടെ സംരക്ഷണത്തിലേക്ക് കയറി ചെല്ലുവാൻ മൂറിന്റെ മല നിന്നെ കാത്തിരിക്കുന്നു. അനുതാപാസുക്കളുമായി ഈ മൂറിന്റെ മല നമുക്ക് കയറാം. അവിടെ ഉത്തമഗീതത്തിൽ 1-ാം അധ്യായത്തിൽ പറയുകയാണ്, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനും. എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല. എന്റെ സഭയെ, എന്റെ വിശ്വാസ പ്രമാണത്തെ, പിതാക്കന്മാർ ഒരിക്കലായി എനിക്ക് ഏൽപ്പിച്ചു തന്ന ഭരമേൽപ്പിച്ച അതിപരിശുദ്ധമായ വിശ്വാസത്തെ ഞാൻ കാത്തിട്ടില്ല. എന്റെ മുന്തിരിത്തോട്ടത്തിന്റെ വേലി ഞാൻ പൊളിച്ചു കളഞ്ഞു. ചെറുകുറുക്കന്മാർ യഥേഷ്ടം അതിൽ വിഹരിച്ചു നടന്നു. അവർ വള്ളിത്തലകളെ കടിച്ചു മുറിച്ചു. മുന്തിരിത്തോട്ടത്തിന് സാരമായ ക്ഷതം സംഭവിച്ചു. മുന്തിരിവള്ളി പൂക്കുന്നില്ല, അത് തളിർക്കുന്നില്ല, അത് കായ്ക്കുന്നില്ല. എന്തു സംഭവിച്ചു? ചെറുകുറുക്കന്മാരാണ്, ചെറിയ ചെറിയ ഉപദേശ വൈകല്യങ്ങളാണ്. മുന്തിരിത്തോട്ടത്തെ സംരക്ഷിക്കാം, മുന്തിരിത്തോട്ടത്തെ സംരക്ഷിക്കാം. കർത്താവിന്റെ ഇൻവിറ്റേഷനാണ്. കർത്താവിന്റെ ഇൻവിറ്റേഷൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. May God bless you. Thank you for watching. Thank you for listening. സുന്ദരികളിലതി സുന്ദരി നീ, ജാതികളിൽ സോനു, നൃപതി ശലോമോൻ വിമല സഭേ, നിന്നെ ലാളിത്തു. നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു, വസന സുഗന്ധം നീസാൻ കുസുമസമം. സഭയെ സകലവിധം സുമുഖി, നീ കരതീണ്ടപ്പോൾ സ്ലീവായി വന്നിപ്പതിനാൽ രാജാവാം മനുഷ്യ. ഹല്ലേലൂയ, കാക്കുന്നു നിന്നെ പാടിക്കുമോ. സുന്ദരികളിലതി സുന്ദരി നീ, ജാതികളിൽ സോനു, ഉലകിതിലൊരു പോലൊളി വീശും പകലോനത്തോളി. നിന്നോടെ നെറ്റിമേൽ സ്ലീവായിൻ മുദ്ര, പാവനവദനം സ്തുതി പാടിടുന്നു. ദൈവസുത